ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെഡ് വെൽവെറ്റ് ഡോൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു മോൾഡിലാണ് ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ മോൾഡ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രത്തിലും ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ മോൾഡ് ഇല്ലാത്ത സമയത്ത് ഈ ഒരു പാത്രത്തിൽ ഒരു ഡോൾ കേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ലോണം നന്നായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് മോൾഡ് ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്യാം. ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് 250 ml ആണ്. ഈ സെയിം അളവ് തന്നെയാണ് ഈ ഒരു ഗ്ലാസ്സിന് വരുന്നത്. അപ്പോൾ കപ്പില്ലാത്തവർ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് മൈദ എടുത്താൽ മതി. പിന്നെ വേണ്ടത് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് പാല്, 1/4 കപ്പ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇതാണ് ടേബിൾ സ്പൂണും ടീസ്പൂണും. ഇതിലെ ചെറുത് ടീസ്പൂണും വലുത് ടേബിൾ സ്പൂണാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, റെഡ് ഫുഡ് കളർ, 1 ടീസ്പൂൺ വിനാഗിരി. പിന്നെ ഞാൻ കോഴിമുട്ട 5 എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബേക്കിംഗ് സോഡ ഇപ്പോൾ ചേർക്കുന്നില്ല. ബാറ്റർ റെഡി ആയതിന് ശേഷം അതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് ഓയിലും റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു ഇൻഗ്രീഡിയൻറ്റ് നേരത്തെ വിട്ടുപോയിട്ടുണ്ട്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലോറും പാലിൻ്റെ മിക്സും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാറ്ററിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു മിക്സ് ബാറ്ററിൽ ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് നേരം ബാറ്റർ പുറത്ത് വെക്കരുത്, അപ്പോൾ തന്നെ ബേക്ക് ചെയ്യാൻ വെക്കണം. ഇനി ഈ ബാറ്റർ മോൾഡിലേക്ക് മാറ്റാം. ഇനി നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാം. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ക്രീം ഇപ്പം റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം കേക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മളെപ്പോഴും റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന കൊക്കോ പൗഡർ എപ്പോഴും ലൈറ്റ് കളർ കൊക്കോ പൗഡറാണ്. ഞാനിന്നിവിടെ ഡാർക്ക് കളർ കൊക്കോ പൗഡറാണ് ചേർത്തത്, അതുകൊണ്ടാണ് കേക്കിന് ഈ ഒരു കളർ വന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റ് കളർ കൊക്കോ പൗഡർ ചേർത്തിട്ട് വേണം റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്യാൻ. ഇനി കേക്ക് ഞാൻ ഒരു 4 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കേക്കിൻ്റെ താഴെയുള്ള ഭാഗത്തു നിന്ന് ഞാൻ കുറച്ച് കേക്ക് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഞാൻ ആ കട്ട് ചെയ്ത പീസ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേക്കിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇനി കട്ട് ചെയ്ത എല്ലാ ലെയറിൻ്റെ സെൻറ്ററിലും ഇതുപോലെ ഒന്ന് ഹോള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയത് 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ചെറിയും കൂടി ചേർത്താണ്. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിൽ കുറച്ച് ക്രീം തേച്ച് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ക്രീം അപ്ലൈ ചെയ്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീമിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം.
ഇനി ബാക്കിയുള്ള എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മൊത്തം ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചുറ്റിലും ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കേക്ക് ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ക്രംസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോളാണ് ഞാനിതിൽ ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാല് ഞാൻ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് ഇറക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴെ ഒന്ന് ഡിസൈൻ ചെയ്യാം. താഴെയുള്ള സെയിം ഡിസൈൻ തന്നെ ഞാൻ സെൻറ്ററിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് ഡിസൈൻ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ചെറിയ സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇനി കൈ വരുന്ന ഭാഗത്തും ഇതുപോലൊരു ഡിസൈൻ കൊടുക്കാം. ഇനി ഞാൻ ചെറിയൊരു മാല വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഷുഗർ ബോൾസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ മാലയുടെ സെൻറ്ററിൽ ചെറിയൊരു ബട്ടർഫ്ലൈയുടെ സ്പ്രിങ്കിൾസ് വെച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സിൽവർ ബോൾസ് ഡ്രസ്സിൻ്റെ മോൾ ഭാഗത്ത് വെച്ചെടുക്കുന്നുണ്ട്.
ഇനി താഴെയും സെൻറ്ററിലുള്ള ഫ്ലവറിന് കൂടി ഞാൻ സിൽവർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്